അമ്മയുടെ ചെറുപ്പത്തിൽ പേന ഉണ്ടായോ തലയിൽ? എന്റെ തലയിൽ ഒരു 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 പനംകൊല പോലെയായിരുന്നു എനിക്ക് മുടി. ഒരു ഈര ഒരു പേന എന്റെ തലയിൽ ഉണ്ടായിരുന്നില്ല. പനംകോല പോലെയുള്ള മുടി കണ്ടിട്ടാ അപ്പൊ അമ്മ കെട്ടിയത് എന്ന് നിന്റെ അടുത്ത് ആര് പറഞ്ഞു? അത് ആര് പറയണം? ഈ പഞ്ചായത്ത് മുഴുവൻ അറിയാമല്ലോ, എല്ലാവരുടെ അടുത്തും തള്ളി വെച്ചേക്കുമല്ലേ. 100 പ്രാവശ്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അമ്മേ ഇപ്പോഴും അമ്മമാരെ മുടിയേ അഴിച്ചിട്ടാ നിലത്ത് കിടക്കും. എന്തോന്ന് തിരുപ്പനല്ലേ? നീ നോക്കടി, നീ നോക്കിയാണ്. നിന്റെ അമ്മയുടെ തലയിലും തിരുപ്പം വെക്കേണ്ട കാര്യമല്ല. ഞങ്ങള് കുടുംബപരമായിട്ടെ മുടിയുള്ളവരായിരുന്നു. അവളെ കെട്ടിവെക്ക്. അല്ല നിന്റെ കെട്ടിയവൻ എവിടെ? ഇതുവരെ വന്നില്ലല്ലോ ക്ലീറ്റസ്. ക്ലീറ്റോനെ അങ്ങനെ വീട്ടിൽ കയറിയിരുന്നാ മതിയോ? എന്തെല്ലാം കാര്യങ്ങളുണ്ട്. എന്തെല്ലാം കാര്യം? എന്തോന്ന്? ഇന്ന് സെക്രട്ടേറിയറ്റിൽ കുത്തിയിരിപ്പ് സമരമുണ്ട്. പൊന്നെ, ആ പൊള്ള വയറും കൊണ്ട് അവൻ എങ്ങനെയാ കുത്തിയിരിക്കുന്നത്? അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല ചിരി വന്നിട്ട്. സഹിക്കുന്നില്ല തന്നെ. ക്ലീറ്റോൻ അങ്ങനെ കുത്തിയിരിക്കൊന്നും വേണ്ട, അണികൾക്ക് വേണ്ടി അങ്ങ് പ്രസംഗിച്ചാൽ മതി. നേതാവല്ലേ. വേണ്ട വരുന്ന കുത്തിയിരിപ്പ് സത്യാഗ്രഹം. അങ്ങോട്ട് എഴുന്നേക്കി. എല്ലാവരും ഒന്ന് അങ്ങനെ ഇരുന്നേ, അങ്ങനെ ഒന്നിരുന്നേ. എന്നിരുന്നിരുന്ന് അന്യം നിന്ന് പോയ ഈ കാഴ്ച എന്ന് പകർത്തിക്കൊണ്ട് നോക്കണോ? നോക്കണ്ട. ഓ എന്താ ചേർച്ച, എന്താ ഒത്തൊരുമ. ഇനി ചെവന്തിക്ക് നാളെ പോലെ പേര് നോക്കാൻ കെട്ടിയവിടെ ഉണ്ടാവും. അങ്ങനെ ഏട്ടൻ എന്റെ തലയിട്ട് നോക്കിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഏട്ടൻ ഓഫീസിൽ ഒത്തിരി പണിയുണ്ട്. ഓഫീസിലെ പണിയൊക്കെ മിക്കവാറും തെറിക്കും. ഏതാണ്ട് ഒരു സസ്പെൻഷൻ വന്ന് കിടപ്പുണ്ട്. ആർക്കെന്ന് പറഞ്ഞാ നിന്റെ ആങ്ങളയ്ക്ക്. എന്താ കാര്യം? എന്താ? സാലറി ചലഞ്ച്. ഓ എന്റെ പൊന്ന്, പിന്നെ പത്രം ഒന്നും വായിക്കാത്തോണ്ട് അതിനെ കുറിച്ചൊന്നും ഒരു വിവരമില്ലല്ലോ. നീ കാര്യം തെളിച്ച് പറ പോലും. അമ്മ, സാലറി ചലഞ്ച്. അതായത് നമ്മള് കേരളത്തിൽ ഇപ്പൊ പ്രളയം ഉണ്ടായല്ലോ. പ്രളയം ഉണ്ടായപ്പം എത്രയാണ് നഷ്ടം എന്നറിയാമോ? 25,000 കോടിയുടെ നഷ്ടമാണ് ഉണ്ടായത്. അതിന്റെ പണി പോണേ. അപ്പോ മുഖ്യമന്ത്രി പറഞ്ഞു എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരും 1 മാസത്തെ ശമ്പളം ദുരിതാശ്വാസത്തിലേക്ക് കൊടുക്കാൻ. അപ്പൊ ഒരുമാതിരിപ്പെട്ട എല്ലാവരും കൊടുക്കാൻ തയ്യാറായി. അപ്പൊ എവനെന്തോ അത് താല്പര്യമില്ലെന്ന് എന്തൊക്കെ പറഞ്ഞു. അപ്പൊ മിക്കവാറും അതിന്റെ പിന്നാലെ സസ്പെൻഷൻ വരും. പിന്നെ ഏട്ടൻ അങ്ങനെ പറയൊന്നുമില്ല. ഏട്ടൻ പറയാം. ഞാനൊന്നും പറയുന്നില്ല. പിന്നെ അമ്മയ്ക്ക് വേറെ സന്തോഷമുണ്ട് കേട്ടോ. നിങ്ങളുടെ പെൻഷൻ നിന്ന് 1 മാസത്തെ പെൻഷൻ തുക ദുരിതാശ്വാസത്തിലേക്ക് കൊടുക്കണം. അതൊരു നല്ല കാര്യമല്ലേ. ഞാൻ 2 മാസത്തെ പെൻഷനാ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കണ്ടോ, അമ്മയ്ക്ക് അത് തോന്നിയില്ല 2 മാസം കൊടുക്കുക. അപ്പൊ നിയമം എന്താണ് 1 മാസത്തെ ശമ്പളം കൊടുത്താൽ? അപ്പൊ എന്താണ് അത് തന്നെ വരടെ വെച്ച് അനുഭവിച്ചോട്ടെ. അല്ല നീ വാ, എനിക്ക് വിശക്കുന്നു. വാടിയോട്ട് എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നു? എന്താ അമ്മേ കാര്യം? നീ കേട്ടോണ്ടിരിക്കുകയല്ലേ ഇതത്രേ. നീ എന്തോ ചെയ്യാനാ? അവൻ വരട്ടെ എന്തായാലും. എന്തായാലും ഇത് ഇങ്ങനെയൊക്കെ തന്നെ വരുമെന്ന് എനിക്കറിയായിരുന്നു. അപ്പൊ എന്തായാലും അളിയന് സർക്കാർ എന്താണെന്നും സർക്കാരിനെ നിയന്ത്രിക്കുന്നവരാരൊക്കെയാണെന്നും അവരുടെ വില എന്താണെന്നൊക്കെ ഇതോടുകൂടി പഠിച്ചോളൂ. അല്ല അതിന് എന്ത് ഈ ഗാലറി ചലഞ്ച് എന്ന് പറഞ്ഞെന്താ? ഗാലറി കുന്തം എടി, ഗാലറി അല്ലടി, സാലറി, മാസ ശമ്പളം. അല്ല ക്ലീറ്റോ, അതിനെന്തിനാ അവന്റെ ജോലി കളയണ? എന്തിനാ? ജോലി പോവോ? ജോലി പോകുന്നാ മിക്കവാറും അവന്റെ കാര്യത്തിൽ തീരുമാനമാവും. അതെ, എവിടെയെങ്കിലൊക്കെ ഒരു പൊതു സ്ഥലത്തൊക്കെ പോയിന്ന് നാക്കിന് എല്ലില്ലാതെ പലതും വിളിച്ചു പറയുമ്പോ ആലോചിക്കണം ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന്. ക്ലീറ്റോ എന്തൊക്കെ പറയുന്ന പ്രസംഗത്തില്? എടി ഞാനൊക്കെ പ്രസംഗിക്കണേ അതിനൊക്കെ കറക്റ്റ് അളന്ന് മുറിച്ച് എവിടെ എന്ത് പറയണം എന്നുള്ള ചിട്ടയോട് കൂടിയാണ് നമ്മൾ പ്രസംഗിക്കുന്നത്. കാരണം നാളത്തെ കുറിച്ച് ആലോചിക്കണം നമ്മള്. ഇത് അങ്ങനെയൊന്നും ഇല്ലല്ലോ. സർക്കാരിന്റെ പൈസ വാങ്ങിച്ചിട്ട് സർക്കാരിനെ കുറ്റം പറഞ്ഞ അതാണ്. ക്ലീറ്റോന് പിന്നെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. അപ്പൊ പിന്നെ ക്ലീറ്റോനെ ശിക്ഷിക്കാൻ പറ്റൂലല്ലോ എന്ത് പറഞ്ഞാലും. അല്ല കനകന് ജോലി ഉള്ളതുകൊണ്ടല്ലേ. ഈ ജോലിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലേ ഇവനെയൊക്കെ നിയന്ത്രിക്കുന്നത് ഞങ്ങളെ പോലുള്ള കുറെ പൊതുപ്രവർത്തകരാണ്. അപ്പൊ ഇതൊക്കെ തന്നെ വരും. പിന്നെ ജോലി പോയാൽ ശമ്പളം കിട്ടില്ല. അപ്പൊ ആകെ പ്രശ്നാവില്ലേ? ആവണമല്ലോ. അതോടുകൂടി അവൻ പഠിക്കും. വേറൊരു കാര്യമുണ്ട്, എന്തേലും പ്രശ്നമായി കഴിഞ്ഞാൽ എന്നെ വിളിക്കരുത് സഹായിക്കാൻ. ഞാൻ നിസ്സഹായനാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവൻ എന്റെ ദൈവമേ പാവം, ആ ചെറുക്കനെ കഷ്ടകാലമാണ്. ഇന്നലത്തെ വാരഫലത്തിലുണ്ടായിരുന്നു. അവൻ ഒരു അബദ്ധത്തിൽ ചെന്ന് ഇത് കനകനായിട്ട് ഒരു നല്ല കാര്യത്തിന് അവൻ എതിര് നിൽക്കൂല ക്ലീറ്റോ. ഇത് അവൻ ആരോ പറ്റിച്ച അബദ്ധത്തിൽ കൊണ്ടുവന്ന് ചാടിച്ചേക്കണം. പിന്നെ അവന്റെ വായി നിന്ന് വാക്കുകൾ അവനെ ഇനി പറഞ്ഞു പഠിപ്പിച്ച് പറ്റിക്കാൻ ഉള്ള കുട്ടിയല്ലേ അവൻ. അതല്ല, ഇപ്പൊ വേറൊരു സംഗതി കൂടി ഉണ്ട്. അമ്മ മറ്റേ പെൻഷൻ കൊടുത്ത് 2 മാസം കൊടുക്കാൻ പോണെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ഭയങ്കര കൈകോട്ടുണ്ടായിരുന്നല്ലോ. അതിപ്പോ ഒരു നല്ല കാര്യത്തിന് എന്നാലും തള്ള എത്ര ആവശ്യം കാണിക്കണ്ടായിരുന്നു. 1 മാസത്തേക്ക് കൊടുത്താൽ മതിയായിരുന്നു. 2 മാസത്തെ 1 മാസത്തെ കൊടുത്താലും ഞാൻ അതിനനുസരിച്ച് ബുദ്ധിമുട്ടും. എന്ത്? ആ കാശും കൂടി ഇട്ടിട്ടാണ് ഇവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യണത്. അതൊക്കെ ശരി തന്നെ.
എന്തായാലും അളിയൻ ഇത് മറ്റേ അവിടെ യൂണിയനിലൊക്കെ പ്രസംഗിച്ചപ്പോൾ വലിയ നേതാവാന്ന് വിചാരിച്ച്. ഞാനൊരു കാര്യം പറയട്ടെ, ക്ലീറ്റോനകത്ത് അമിതമായിട്ട് അങ്ങ് സന്തോഷിക്കുന്നുണ്ട്. സത്യത്തിൽ ക്ലീറ്റോ ഇപ്പൊ എവിടെയാ പോയത്? ക്ലീറ്റോ അല്ല ക്ലീറ്റോ ഓരോന്ന് ഓതി കൊടുത്തിട്ട് ഇതിപ്പോ ഇങ്ങനെ ആക്കിയത് അവന്റെ ജോലിയില്. ഓ നല്ല കണ്ടുപിടുത്തം കേട്ടോ. എനിക്ക് ഉറപ്പാണ് ഇത് ക്ലീറ്റോ തന്നെ ചെയ്തത് അവരെ വഴിയുള്ളൂ. ഞാനല്ലേ വൈദ്യുതി മന്ത്രി. വൈദ്യുതി മന്ത്രിനെ നിങ്ങക്ക് പരിചയമുണ്ടെന്ന് നിങ്ങൾ പറയാറുണ്ടല്ലോ. അതൊക്കെ ഉണ്ട്. അത് ഞങ്ങൾക്ക് മന്ത്രിമാരെ പലരുമായിട്ടും എനിക്ക് ബന്ധമുണ്ട്. അങ്ങനെ ബന്ധമുണ്ടെങ്കിൽ ഇപ്പൊ ഇതിന്റെ കാര്യം അവന് ശരിയാക്കി കൊടുക്കും. എങ്ങനെ? അതെങ്ങനെ ഞാൻ ശരിയാക്കും? ഇത് അവന്റെ വായിരിപ്പ് കൊണ്ടാണ്, അത് എന്റെ കുഴപ്പമല്ല. എടി, ഒരു പ്രാസംഗികൻ എന്ന് പറയുമ്പോൾ എല്ലാം ശ്രദ്ധിക്കണം. നല്ല ഒരു പ്രാസംഗികനാണ്, നല്ലൊരു രാഷ്ട്രീയക്കാരനാവും. അത് എവനൊന്നും പറ്റൂല. എനിക്ക് 7 ജന്മം ജനിക്കണം. ഒന്നുമല്ലേ നിങ്ങളുടെ സഹായം എന്റെ ആങ്ങളേക്ക് വേണ്ട, ചെയ്തോളൂ. എന്നെ വിളിക്കരുതേ ദൈവം. ഇത് ഇല്ല, വിളിക്കാനാ തന്നെ വല്ലോണ്ട് എടുക്ക്. ഇടിയുണ്ടല്ലേ എന്തൊക്കെ എന്താടാ എന്താ പ്രശ്നം? ക്ലീറ്റോ ചേട്ടൻ വന്ന് പറഞ്ഞെന്തോ സസ്പെൻഷൻ ഒക്കെ ആയെന്ന്. ഏട്ടന് അത് അത്ര പേടിക്കാനൊന്നുമില്ല, ചെറിയൊരു വിഷയമുണ്ട്. ചിലപ്പോ എന്തോ സസ്പെൻഷൻ ആവാനും ആവാതിരിക്കാനും സാധ്യത. അതൊക്കെ അവന്റെ ആഗ്രഹം പറഞ്ഞല്ലേ. അതല്ല, നീ ഏതാ ചലഞ്ച് പങ്കുകൊണ്ടെന്ന ഗവൺമെന്റിനെ ധിക്കരിച്ചെന്ന അപമാനിച്ചെന്ന അതുകൊണ്ടാണ് നിന്റെ ജോലി പോയതെന്ന്. അല്ല, അങ്ങനെ ജോലി പോയിട്ടൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു. കാരണം വെച്ചാല് നമ്മള് ഈ പ്രളയക്കെടുതി വന്നപ്പോ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ 1 മാസം ശമ്പളം ഗഡുക്കളായിട്ട് കൊടുക്കണമെന്ന് മുഖ്യമന്ത്രിയുടെ ഒരു അറിയിപ്പുണ്ടായിരുന്നു. അത് നല്ലതല്ലേ? പക്ഷെ ഇവിടെ സംഭവിച്ചാല് ഈ പുറത്തുനിന്നൊക്കെ ഒരുപാട് പൈസ വരുന്നുണ്ട്, വിദേശത്തു നിന്നൊക്കെ ഒരുപാട് പൈസ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ പൈസ വരുന്ന സമയത്ത് പിന്നെ ഈ സാധാരണക്കാരാ, ഇപ്പൊ നമ്മളെ പോലെയല്ല, അതിനെ താഴെയുള്ള ആൾക്കാരുണ്ടല്ലോ, അവരെ നിന്നൊക്കെ പൈസ കൊടുക്കണോ, നമ്മളൊക്കെ പൈസ കൊടുക്കണോ എന്ന് പറഞ്ഞാൽ അവര് കുറെ ഇഷ്യൂ ഉണ്ടാക്കിയത്. അത് വേറെ ഒന്നും കൊണ്ടല്ലമ്മ, ഈ പറഞ്ഞ പോലെ ഈ ഗ്രാറ്റുവിറ്റി, പ്രോവിഡന്റ് ഫണ്ട് ഇതെല്ലാം പിടിച്ചിട്ടാണ് പൈസ കിട്ടുന്നത്. പിന്നെ വീട്ടിലെ കുട്ടികളുടെ കാര്യം, പാലിന്റെ പൈസ, പലചരക്കിന്റെ പൈസ, കല്യാണം, മരണം, ഇതൊക്കെ വരുമ്പോഴൊക്കെ പൈസ കയ്യിൽ നിന്നല്ലേ പോണത്. അപ്പൊ ഇതിപ്പോ ഈ ലോൺ എടുത്തവരുണ്ട്. അപ്പൊ അവരൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിനെപ്പറ്റി ഒരു ചർച്ച നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ചർച്ച നടത്തുന്ന എതിർ പാർട്ടി ആരോ എടുത്തും കണ്ട് വീഡിയോ ഇട്ടു. ഞാൻ സംസാരിക്കുന്നതിന്റെ ഇതെടുത്ത് വീഡിയോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടോളാം. ഇതിപ്പോ വൈറലായി. അതുകൊണ്ട് ഇപ്പൊ അങ്ങനെ ജോലി പോയിട്ടൊന്നുമില്ല. ക്ലീറ്റോ ചേട്ടൻ വന്ന് അവിടെ ഇവിടെ തൊടാതെയൊക്കെ വന്ന് വർത്താനം പറഞ്ഞിട്ട് പോയി. എന്റെ പൊന്നു മക്കളെ, നീ എന്തിനു എതിർക്കാൻ പോയത്? അമ്മ, ഞാൻ എതിർത്തില്ല, ഞാൻ കൊടുക്കാൻ തയ്യാറായിരുന്നു. എന്റെ 1 മാസം ശമ്പളം ഞാൻ ഈ പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് കൊടുത്ത ആളല്ലേ. ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ പറഞ്ഞ പോലെ വീഡിയോയിൽ ആരും എടുത്തിട്ട് അത് ഫേസ്ബുക്കിൽ ഇട്ടത്. എന്താണ്? അല്ല, ഞാൻ സംസാരിക്കുന്നതേ മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിക്കുന്നത് വേറെ ആരോ വീഡിയോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടു. അപ്പൊ നിന്റെ ജോലിയുടെ കാര്യം എന്താ പറഞ്ഞ? അങ്ങനെ എന്റെ ജോലിക്ക് ഒരു കുഴപ്പമില്ല. ആണോ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവൻ ആരാണ്ട് പറ്റിച്ചതാണെന്ന്. അല്ലാതെ അവൻ അങ്ങനൊന്നും സംഭവിക്കൊന്നുമില്ല. ഇവൻ പ്രസംഗിച്ച വീഡിയോ ഉണ്ടല്ലോ, അങ്ങ് ലോകം മുഴുവൻ അത് ഫ്ലാഷായി വൈറലായി. അത് നോക്കിക്കോ, അല്ലെങ്കിൽ ഷൈൻ ചെയ്യാൻ നോക്കിയത് സഹപ്രവർത്തകരുടെ മുമ്പിൽ. നിങ്ങളുടെ താരം പറഞ്ഞ എന്റെ ജോലി പോയത്? നീ പത്രം ഒന്നും വായിക്കാറില്ലേ? 2 ദിവസം മുമ്പ് പത്രത്തിൽ ഇതുപോലെ സാലറി ചലഞ്ചിനെ എതിർത്തവന് ഇതുപോലെ സസ്പെൻഷൻ കിട്ടി. അപ്പൊ നിനക്കും അത് ബാധകമല്ലേ? ഊഹമൊന്നുമല്ല, ഇതിങ്ങനെയൊക്കെ വരും, നോക്കിക്കോളേ. സർക്കാർ കാര്യങ്ങളാണ്. ഹലോ സാർ, കനകന സാർ, ഞാൻ അങ്ങനെ സാർ. ഹലോ, എന്ത് മോനെ? എന്താടാ? നിന്റെ നാക്ക് പുഴുത്തോടാ. എന്താ കിട്ടി? എന്ത് സസ്പെൻഷൻ കിട്ടി എനിക്ക്. ഇപ്പൊ എങ്ങനെ ഇരിക്കണ് അമ്മ? ഈ ക്ലീറ്റോ ഉണ്ടല്ലോ, കേരള രാഷ്ട്രീയം കുറെ വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആളാ. ഇത് ഇങ്ങനെയൊക്കെ തന്നെ അവസാനിക്കുള്ളൂ. എടാ കനക, ഇനിയിപ്പോ നമ്മൾ എന്ത് വിടാ? ഡേയ്, ഇനിയിപ്പോ ഒന്നും ചെയ്യണ്ട. ഒരു സസ്പെൻഷൻ കിട്ടിയെങ്കിൽ 1 ദിവസം കൊണ്ടാണെങ്കിൽ ഫേമസ് ആയില്ലേ. നീ അഴകേശനെ വിളിക്ക്. ബെസ്റ്റ് കയ്യാ. സർക്കാരിന്റെ ഇതുപോലുള്ള സസ്പെൻഷനൊക്കെ പിൻവലിപ്പിക്കുന്ന ആളാണല്ലോ അമ്മ ഒപ്പിട്ട ഇപ്പൊ പിൻവലിച്ചോളായി. കഷ്ടം തന്നെ. അറിയപ്പെടാ എന്റെ വീട്ടിൽ നിന്ന് ഒരു പ്രശ്നം വന്നപ്പോ ഒന്ന് ചിരിക്കുന്നത് കണ്ടില്ലോ മോനെ. എനിക്കിപ്പോ സംശയമുണ്ട്, നീ പൊതുജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചോണ്ടിരുന്നപ്പോ യവനാ പാത്ത് പതുങ്ങി വന്ന് ആ വീഡിയോ പിടിച്ചതെന്ന്. ഇനിയിപ്പോ നിങ്ങൾ എങ്ങനെ വ്യാഖ്യാനിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിനക്ക് സസ്പെൻഷൻ കിട്ടിയല്ലോ, നേതാവാലോ. ആരെങ്കിലും വിളിച്ചു പറയിപ്പിച്ചാലോ? സസ്പെൻഷൻ പിൻവലിപ്പിക്കാനായിട്ട് എൻ്റെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാൻ പഠിക്കണ്ട, ഞാൻ തൊട്ടപ്പുറത്ത് തന്നെ കാണും കേട്ടാ. എന്റെ ജോലി പോയാലും ശരി, നിന്റെ കാല് പിടിക്കാൻ പറ്റില്ല. അയ്യോ, ഞാൻ പറഞ്ഞേ ഉള്ളു, വേണമെങ്കിൽ മതിയടേ. ഞാൻ വരുന്നില്ല.
പൊതുപ്രവർത്തകർക്ക് വേണ്ടിയിട്ടല്ലേ, അപ്പൊ അവരോട് യൂണിയൻ ഇടപെട്ട എനിക്ക് അറിഞ്ഞോടത്. ഏട്ടാ ഇങ്ങനെ വിഷം വെച്ചിരുന്നിട്ട് എന്താ കാര്യം? എന്തെങ്കിലും കഴിക്കാം. മക്കള് പറയുന്നത് കേക്ക്. എന്തായാലും കഴിക്കും. അമ്മയ്ക്ക് അറിയാലോ, എനിക്കിപ്പോൾ ഈ കിട്ടുന്ന ശമ്പളം തന്നെ നമുക്ക് തികയുന്നില്ല. അപ്പോൾ എൻ്റെ കൂടുതലുള്ളൊരു കാര്യം ആലോചിക്കണം. അവർ ആ കഷ്ടപ്പാടില്ല. ഞാൻ അവർക്ക് വേണ്ടി സംസാരിച്ചതാ. അത് ഇത്രയും വലിയൊരു ഏണിയാവുമെന്ന് ഞാൻ കരുതിയാ. അല്ല, മക്കള് മനഃപൂർവ്വം ചെയ്തതല്ലല്ലേ. ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല. കഴിക്കും. വേണ്ടേ, ഞാൻ പിന്നെ കഴിച്ചോളാം അമ്മ. ഒരെണ്ണം കഴിക്കും. ഏട്ടാ ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. മക്കളെ ഒരു കാര്യം ചെയ്യോ, ക്ലീറ്റസ് പണ്ടത്തെ ക്ലീറ്റസ് അല്ല. അവര് പാർട്ടിയിലൊക്കെ നല്ല പിടിയുണ്ട്. ചെന്നൊന്ന് പറ മക്കളെ, നമുക്ക് കാര്യം സാധിക്കണ്ടേ. ഓ, ഞാൻ ഇനിയിപ്പോൾ അവൻ്റെ കാലൊടിക്കാൻ പോണു. ചുമ്മാ ഏട്ടാ കാര്യം കാണാൻ കഴുതക്കാരും പിടിക്കണം. ഒന്ന് ചെല്ലേട്ടാ. ചെല്ലു മോനെ, ചെല്ല്. ചെല്ല്, നമ്മുടെ ആവശ്യമല്ലേ. ഒരു രീതിയിൽ വെറുതെ ഇരിക്കാൻ സമ്മതിക്കരുത് കേട്ടോ. MLA അദ്ദേഹം? അതെ അതെ, ക്ലീറ്റസ് ആണ്. പറയണം. പിന്നെ അയ്യോ, അത് ഞങ്ങള് പ്രതിഷേധം ഭയങ്കര ശക്തമായിട്ട് പ്രതിഷേധിച്ചു. അതിനുശേഷമാണല്ലോ അതൊക്കെ വൃത്തിയായത്. ആ ഇല്ല, ഇനിയിപ്പം അതുകൊണ്ടോട്ട് അതിനുടനെ ഞങ്ങള് വഴി കാണുന്നുണ്ട്. എന്ത് ചെയ്യാനെന്നേ, നമ്മള് പൊതുപ്രവർത്തകരാകുമ്പോ ഇതൊക്കെ നമ്മൾ ഏറ്റെടുത്തല്ലേ പറ്റും ജനങ്ങൾക്ക് വേണ്ടി. ആ ഈ കുഴപ്പമില്ല. ഓ അങ്ങനെ പോണ്. എന്താ വെച്ച് കഴിഞ്ഞാല് ഫോണോട് ഫോണാന്നേ. ഫോണ് രാവിലെ തന്നെ ഇപ്പോൾ 5-6 കേസായി. റെക്കമെൻഡേഷൻ, ശുപാർശ, അത് ഇത്. ഓ പിന്നെ ഞാൻ വേറെ കേസ്, നമ്മളെ ആ സൊസൈറ്റിയിലൊരു ഡ്രൈവർ വേക്കൻസി കിടക്കണുണ്ടല്ലോ. അത് നമ്മളാ ഒരു ചെറുക്കുണ്ട് പൊടിയെന്ന് പറഞ്ഞിട്ട്. അപേക്ഷ ഇതെല്ലാം ഓക്കെ, എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. അവന് എങ്ങനെയെങ്കിലും അതൊന്ന് നമുക്ക് കൊടുക്കണം കേട്ടോ. ഓ ഓ ഇല്ലില്ല, അപ്പം ഞാൻ നേരിട്ട് വരാം. MLA. ഓ ശരി MLA. ഇവിടെ ഫംഗ്ഷൻ വരുമ്പോൾ ഒന്ന് വീട്ടിൽ കയറി വേണം കേട്ടോ. ശരി, എനിക്ക് വേറെ കോള് തന്നെ സാർ. ഞാൻ ആയിക്കോട്ടെ. വന്നിരിക്കണ കണ്ടില്ലേ ക്ലീറ്റോ? ഞാൻ ഫോൺ സംസാരിച്ചോണ്ടിരിക്കല്ലേ, ഇടയ്ക്ക് പിന്നെ കണ്ടില്ലെന്നൊക്കെ ചോദിച്ചാ പോണ്ട കളിയാ. അയ്യോ, പറഞ്ഞ പോലെ അളിയന് അങ്ങോട്ട് പോവാക്കൂലല്ലോ. വിലക്കായല്ലേ അല്ലേ അവിടെ ഇപ്പോൾ. അളിയന് ചായ കൊടുക്ക്. ഓ ചായ, ചായ കിട്ടിയ കുടിക്ക്. കാപ്പി കുടിക്കാം, കാപ്പി എടുക്കും. അപ്പം മുട്ടക്കറി അടി. എൻ്റെ കാര്യത്തിലൊന്നും ഇടപെട്ടെങ്കിൽ അളിയനെന്ത് പ്രശ്നം? ശവത്തെ കുത്തല്ലേ ക്ലീറ്റോ? അല്ല, ഞാൻ ഇടപെടാനായിട്ട് അളിയന് എന്താ പ്രശ്നം? നിങ്ങൾ എന്താ പൊട്ടം കളിക്കാണോ ഈ ജോലിയുടെ? ഓ ആ വിഷയം. അതിപ്പോ ഞാൻ ഇടപെടണോ? ഇതൊക്കെ നിസ്സാര കാര്യങ്ങളാണ്. നീ പിന്നെ വളവളാതെ വായിൽ പറഞ്ഞ എല്ലാം വിളിച്ച് പറഞ്ഞ ഇതൊക്കെ ആവേശമൊന്നും പാടില്ല കേട്ടോ. പിന്നെ കുഴപ്പമില്ല, ഞാൻ ഇടപെടാം. പൈസ കുഴപ്പമില്ല. നീ എൻ്റെ അളിയനുമായി പോയി. ഇത് എങ്ങനെ വേറൊന്നും അല്ല കേട്ടോ. ഇത് നമുക്ക് അവിടുത്തെ നിങ്ങളുടെ ബോർഡിൽ തന്നെ ഒരു സീനിയർ ഉദ്യോഗസ്ഥനെ ഒന്ന് വിളിച്ച് പറയിപ്പിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഇത്. അപ്പോൾ അതിന് മിനിസ്റ്ററെ ഒന്നും ബന്ധപ്പെടുത്തണ്ട. മിനിസ്റ്റർ PA ഉണ്ട്, രാമേട്ടൻ ഞാൻ വിളിച്ച് പറഞ്ഞാൽ രാമേട്ടൻ അതവിടെ വിളിച്ച് വരട്ടിക്കോളും. അപ്പോഴേക്കും പിന്നെ നിൻ്റെ കാര്യം ഓക്കെ ആവും. നീ വിഷമിക്കല്ലേ.
അപ്പോൾ രാമേട്ടൻ എന്തെങ്കിലും ചില്ലറ ഒരു സന്തോഷം അത്രേ ഉള്ളൂ. അത് കുഴപ്പമില്ല. ആ പൈസ എത്ര എണ്ണം കൊടുക്കാം? വേറെ ഒന്നും വിചാരിക്കണ്ട കേട്ടോ. നീ വിചാരിക്കും നമ്മൾ ഞാൻ ഇതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഓരോ കാര്യങ്ങൾ അതിൻ്റെ മുറകെ പോലെ നടക്കാം. അതല്ലെങ്കിലേ അത് പ്രശ്നമാണ്. നീ വിഷമിക്കണ്ട ചെല്ല്, അല്ലെങ്കിൽ കാപ്പി പിടിച്ചിട്ട് പോ. വിളിച്ചായിരുന്നു? എന്നാ വേണ്ട, പേടിക്കണ്ട, ധൈര്യമായിട്ട് ചെല്ലു. ഇങ്ങനെ തന്നെ വേണം. ചായ ഇതുപോലെ തന്നെ തരണമെന്ന്. നല്ല ടേസ്റ്റ്, നല്ല പാലുണ്ട്, പഞ്ചസാരയുണ്ട്, ചൂട് മാത്രം ഇച്ചിരി കുറവുണ്ട്. അവനാകെ കഷ്ടകാലം. അമ്മേ നമ്മൾ രണ്ടുപേരും കൂടെ നിർബന്ധിച്ചിട്ടാട്ടാ ഏട്ടൻ ക്ലീറ്റോ ചേട്ടൻ്റെ 10,000 രൂപ കൊടുത്തു വിട്ടത്. അതിനെന്ത്, അവൻ ജോലി വാങ്ങിച്ചു കൊടുത്തിരിക്കും, അതിനൊക്കെ അവൻ മെടുക്കനല്ലയോ. 1ഉം 2ഉം അല്ല, 10,000 രൂപയാ. എൻ്റെ പൊന്ന് ജമന്തി, 20,000 ആയാലും ജോലി തിരിച്ചു കിട്ടുന്നതല്ലേ നല്ലത്. അതൊക്കെ ശരിയാ അമ്മേ, പക്ഷെ ക്ലീറ്റോ ചേട്ടനായതുകൊണ്ട് എന്റെ പേടി. ഒന്നും പേടിക്കണ്ട, അവൻ അതിനൊക്കെ മെടുക്കനല്ലേ. കനകനെവിടെ? ഇങ്ങോട്ട് വാ കയറി. അയ്യോ അമ്മേ, കനകനെ വിളിക്ക്. എന്താ എന്റെ ദൈവമേ, കനകന്റെ സസ്പെൻഷൻ പിൻവലിച്ചു ടിവിയിൽ എടാ. ടിവിയിൽ ഭയങ്കര വാർത്ത. എടാ നിന്റെ സസ്പെൻഷൻ പിൻവലിച്ചു ടിവിയിൽ ഭയങ്കര വാർത്ത. നിന്റെ ഒക്കെ കയ്യിൽ നിന്ന് പൈസ മേടിക്കണത് പിടിച്ചുപറിയാണെന്ന് മറ്റേ കോടതി, ഹൈക്കോടതി പറഞ്ഞേക്കണ്. ടി വി വെച്ച് നോക്ക്. ക്ലീറ്റോന്റെ ഒരു കാര്യം ക്ലീറ്റ് പറഞ്ഞില്ലേ? ക്ലീറ്റോനെ വിളിച്ച് പറയട്ടെ. ഹലോ ക്ലീറ്റോ, കനകന്റെ സസ്പെൻഷൻ പിൻവലിച്ചല്ലോ. അതെയോ? അയ്യോ വേഗം വാ. എന്റെ അമ്മേ, ഇതാണ് പറയണത് ക്ലീറ്റോന്റെ ഒരു പിടിപാടിനെ പറ്റി. ഹൈക്കോടതി ജഡ്ജി ആര്യ, ഞാൻ ആദ്യം പറഞ്ഞപ്പോ വിശ്വസിച്ചില്ല കേട്ടാ. ക്ലീറ്റോ ഹൈക്കോടതി ജഡ്ജിനെ കണ്ട് കാര്യം അങ്ങ് പറഞ്ഞെന്ന്. അപ്പൊ നന്ദി വേണം, നന്ദി. അല്ലാതെ കുറെ സർക്കാർ ഉദ്യോഗസ്ഥരുണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല. പിടിപാടുള്ള ഒരു രാഷ്ട്രീയക്കാരൻ ഒരു കുടുംബത്തിൽ വേണം. അയ്യോ ഇന്നിപ്പോ പറ്റൂല. ഇത് 1-2 അത്യാവശ്യ കാര്യങ്ങൾ ഞാൻ മിനിസ്റ്റർ വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ. നാളെ നോക്കാം, നാളെ നോക്കാം. ശരി 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 ശരി, ഓക്കെ. അതെ, എന്തായാലും അമ്മയുടെ മോന്റെ സമയം കൊള്ളാം. കാലത്ത് ഞാൻ ഇവിടുന്ന് ഇറങ്ങിയപ്പോഴേ മറ്റേ കുന്നം പൂജ വട്ടം ചാടിയപ്പോഴേ എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാര്യങ്ങളൊക്കെ അടിപൊളിയായിരിക്കും. എന്തായാലും ക്ലീറ്റോ ചേട്ടനെ സമ്മതിച്ചു. ഏയ് അതൊന്നുമില്ല. ഇതെന്നറിയാമോ, ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാല് രാവിലെ ഞാനൊരു ഓട്ടോറിക്ഷ വിളിച്ച് നേരെ നമ്മുടെ മിനിസ്റ്ററുടെ PA കാണാൻ വേണ്ടി പോയതാണ്. നീ കാറിൽ പോകത്തുണ്ടായിരുന്നു. ചുമ്മാരി അമ്മ, അതൊക്കെ ആവട്ടെ. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പോയ വഴിക്ക് ട്രാഫിക് ബ്ലോക്കിൽ വെച്ചിട്ട് അളയവാ പറയട്ടെ, ട്രാഫിക് ബ്ലോക്കിൽ വെച്ചിട്ട് ഓട്ടോറിക്ഷ ഇങ്ങനെ ബ്ലോക്ക് നിർത്തിയപ്പോൾ തൊട്ട് ഇപ്പുറ സൈഡിൽ ഒരു കാർ ചീറി പാഞ്ഞു വന്ന് നിൽക്കുന്നു. ഗ്ലാസ് താത്തിട്ട് ഒറ്റ വിളി. ആര് ആര് ആരാ ആരാ? ഹൈക്കോടതി ജഡ്ജി. അയ്യോ, എന്നിട്ട് എന്നോട് പറയും ഇറങ്ങി നമ്മളെ പഴയ കമ്പനിയല്ലേ. പിന്നെ ഞാൻ ചെയ്ത് അത് ഇറങ്ങി നേരെ ആ കാറിൽ കയറി കോടതി പോണ വഴിക്കല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് എൻ്റെ അളിയൻ്റെ കേസാണ് പറഞ്ഞു തീർന്നത്. അവിടെ ഇരുന്നുകൊണ്ട് എന്നെ കറക്കി കുത്തി. അപ്പൊ വിളിച്ച് ഉടനെ എന്റെ കാര്യങ്ങളൊക്കെ പിൻവലിച്ചില്ലേ. അങ്ങനെ ഓക്കെ ആയില്ലേ? പത്മനാഭാ, ചക്കരക്കുടം പോലൊരു മരുമോനെയാണല്ലോ നീ എനിക്ക് തന്നത്. നന്ദി നന്ദി. അമ്മ 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 ഇതല്ല ഇവന്റെ ഭാഗ്യം. ഇനിയിപ്പോ എന്റെ അളിയനെ ഈ പറഞ്ഞ മാതിരി പട്ടിണിയാകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് പിന്നെ കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നു. അയ്യോ മക്കളെ, പിന്നെ കുടംപുളി വെച്ച ആ മത്തി വെച്ചില്ലേ, അതും പിന്നെ മരച്ചീനി പിന്നെ വേവിച്ചത് ഇരിപ്പുണ്ട്. വാ വന്ന് കഴിച്ചിട്ട് പോയാൽ മതി. നല്ല വിശപ്പുണ്ട്. കഴിച്ചിട്ടല്ലോ വാ. ഇനിയിപ്പോ അതിന് നന്ദി ഒന്നും പറയാൻ നിൽക്കണ്ട. ഇനിയെങ്കിലും ഇതുപോലെ 4 ആളുകളോടത്ത് എന്തെങ്കിലും വർത്താനം പറയുമ്പോ ശ്രദ്ധിച്ചും കണ്ടും പറയണം കേട്ടോ. തീർച്ചയായും. താളയാ ഒന്നും എടുത്തിട്ടില്ല. മുഴുവനുണ്ടല്ലോ. 10 ഉണ്ട്. ചെലവില്ലല്ലോ. പിന്നെ കോടതി സ്വമേധയാ കേസ് പിൻവലിച്ചാണെന്നും
അളി ഇതിനകത്തൊരു പുല്ലും ചെയ്തില്ലെന്ന് ഞാൻ ഓഫീസിൽ തന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു. അവരോടൊന്നും പറയണം. ഇല്ല, അവരങ്ങനെ തന്നെ അറിഞ്ഞതുപോലെ തന്നെ. അളി ഓട്ടോ പോകുന്നു, ജഡ്ജിയെ കാണുന്നു, വണ്ടി നിർത്തുന്നു, ക്ലീറ്റോ വിളിക്കുന്നു, അതിനകത്ത് കയറി സംസാരിച്ച് കോടതി എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ എല്ലാം സെറ്റിൽ ചെയ്തു. കറക്റ്റ് അല്ലേ ഇത്? പിന്നെ ഒരു ജനറൽ നോളജ്, ഹൈക്കോടതി തിരുവനന്തപുരത്തല്ല, എറണാകുളത്താണ്. അളിയാ, കൊടമ്പുളി ഇട്ട് പറ്റിച്ച മത്തിയിരിപ്പുണ്ട്, കപ്പയുണ്ട്, കഴിച്ചിട്ട് വാ. എന്ത് വാ അളിയാ, വാ, സാരമില്ല. Versus Alien.